തിരുവനന്തപുരത്ത് അപകടമുണ്ടാക്കിയതിന് നടൻ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. എഫ്ഐആർ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷനിലെത്തിയ മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബൈക്ക് വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം. താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് എടുത്തപ്പോൾ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങില്ല, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം, വയ്യാത്ത ആളാണ്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പം ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് അറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടാണ്, അസുഖമാണ്. രാവിലെ വന്നാൽ പിന്നെ അത് തീർച്ചയായിട്ടും. ആതിര രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആതിര, മണിയൻപിള്ള രാജുവിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടല്ലോ. ഈ വൈദ്യപരിശോധനയുടെ ഫലം എപ്പോഴാണ് വരിക? അത് സംബന്ധിച്ച് ഇനി ഒരു വകുപ്പ് കൂടി ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? വിവരങ്ങൾ. അഖില, നിലവിൽ ഏതായാലും വൈദ്യപരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കി. നേരത്തെ തന്നെ ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരുന്നത്. നിലവിൽ ഏതായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ മണിയൻപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുകയാണ്. ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും മണിയൻപിള്ള രാജു ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഈ വാഹനം, മണിയൻപിള്ള രാജു ഇന്നലെ ഓടിച്ചിരുന്ന വാഹനം ഏതായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ വാഹനത്തിന്റെ ഫ്രണ്ട് വശമൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടിച്ച് ആ ഫ്രണ്ട് വശം തകർന്നൊരു നിലയിലാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഇന്നലെ ഈ മണിയൻപിള്ള രാജുവിന്റെ മകന്റെ വീടിനടുത്തുള്ള ടെന്നീസ് ക്ലബിന് സമീപമായിട്ടാണ് ഈ വാഹനം പോലീസ് ഏതായാലും കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ വാഹനം അശ്രദ്ധമായി വാഹനം ഓടിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾക്കൊക്കെ തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. പക്ഷേ മദ്യപിച്ചോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നിലവിൽ ഏതായാലും ഇല്ല. മണിയൻപിള്ള രാജുവിന്റെ സുഹൃത്തുക്കളും അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു, പ്രതികരിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞത് മണിയൻപിള്ള രാജു ഒരു ക്യാൻസർ പേഷ്യന്റാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം വർഷങ്ങളായി മദ്യപിക്കാറില്ല എന്നുള്ളതാണ്. ഈ മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ചോദ്യത്തിന് മറുപടിയായി നൽകിയത്. പക്ഷേ അപ്പോഴും ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഏകദേശം ഇന്നലെ 9:30-10 മണിയോട് രാത്രി 9:30-10 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ക്ലബിനടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഏതായാലും ഇത്രത്തോളം മണിക്കൂറുകളുടെ ഒരു ഇടവേള ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യപിച്ചോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വൈദ്യപരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇനി ഏതായാലും വൈദ്യപരിശോധന കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ വൈദ്യപരിശോധന ഫലം അല്പസമയത്തിനകം പുറത്തുവരും. ആ ഫലത്തിൽ ഒരുപക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ആ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള ഒരു തീരുമാനവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപാണ് മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് പോയത്. ഈ സുഹൃത്തുക്കളുടെ ഒരു പ്രതികരണത്തിൽ സുഹൃത്തുക്കളുടെ പ്രതികരണം വന്നപ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും വാഹനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ബൈക്ക് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. പക്ഷെ ആരാണ്, മണിയൻപിള്ള രാജുവിന്റെ കാറാണോ ബൈക്കാണോ വന്ന് ഇടിച്ചത് എന്ന കാര്യത്തിൽ സുഹൃത്തുക്കൾക്കും ഒരു വ്യക്തതയില്ല. അത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ മണിയൻപിള്ള രാജുവിന്റെ വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ബൈക്കിലെത്തിയ യുവാക്കളാണ് മണിയൻപിള്ള രാജുവിന്റെ വാഹനത്തിന് നേർക്ക് എത്തിയത്, വാഹനത്തിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ യുവാക്കൾ പറയുന്നത് മണിയൻപിള്ള രാജുവിന്റെ കാറാണ് തങ്ങളുടെ ബൈക്കിന് നേരെ വന്ന് ഇടിച്ചത് എന്നുള്ളതാണ്. ഇതിൽ 2 യുവാക്കൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഒരു യുവാവിന് കാലിന് പരിക്കേറ്റിട്ടുണ്ട്, തുടയിൽ പൊട്ടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. 2 പേരും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. രണ്ടാമത്തെ യുവാവിന് നട്ടെല്ലിനും അതുപോലെ തന്നെ കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നട്ടെല്ലിന് ഒടിവുള്ളതായിട്ടാണ് നിലവിൽ ഏതായാലും വിവരം ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഒരുപക്ഷെ മണിയൻപിള്ള രാജുവിന്റെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശിക്കാം. അത്തരത്തിൽ എന്തെങ്കിലും നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിലായിരിക്കും അത് സംബന്ധിച്ച് പുറത്തുവരിക. പക്ഷെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു എന്ന് മണിയൻപിള്ള രാജു പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വിശദീകരണമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവരം അറിയിച്ചോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സുഹൃത്തുക്കൾ പറയുന്നത് തങ്ങളാണ് ഇത്തരത്തിൽ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചത്. ഈ അപകടം നടന്ന സമയത്ത് മണിയൻപിള്ള രാജു പെട്ടെന്ന് പാനിക്കായി പോയി. അതുകൊണ്ട് തന്നെ ഈ ശാരീരികമായും മാനസികമായും വയ്യാത്തൊരു വ്യക്തിയാണ്. ഈ ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ നിലവിലുണ്ട്, ക്യാൻസർ പേഷ്യന്റാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് പാനിക്കായി പോയി പെട്ടെന്ന്. അതുകൊണ്ടാണ് വാഹനം എടുത്ത് താൻ പോയത് എന്നുള്ളതാണ് മണിയൻപിള്ള രാജു പറഞ്ഞത്. ഈ ക്ലബിനടുത്ത് വെച്ചാണ് സുഹൃത്തുക്കളാണ് ആംബുലൻസ് ഒക്കെ വിളിച്ച് ഈ 2 യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. ഇത്തരത്തിൽ മദ്യപിച്ചിട്ടില്ല എന്ന വാദം പൂർണ്ണമായി മണിയൻപിള്ള രാജുവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും
ബൈക്കുകൾ ഏതായാലും തള്ളുന്നൊരു സ്ഥിതിയാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഏതായാലും ഈ വാഹനം ഉൾപ്പെടെ ഈ അപകടം നടന്ന വാഹനം ഉൾപ്പെടെ നിലവിൽ ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഇനി എന്തായിരിക്കും, ലൈസൻസ് റദ്ദാക്കുമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ തന്നെ വരും മണിക്കൂറുകളിലായിരിക്കും വ്യക്തമാക്കുക. അതിനായി ഇപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മണിപിള്ള രാജുവിന്റെ കാർ ട്രിവാൻഡ്രം ക്ലബിന്റെ ഗേറ്റിലേക്ക് ഇറങ്ങി ഹോൾഡ് ചെയ്യുന്ന ആ സമയത്താണ് വാഹനം വന്ന് ഇടിക്കുന്നത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം മണിപിള്ള രാജുവിന്റെ വാഹനത്തിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും വാഹനം ഇടിച്ച ആ യുവാക്കളുടെ വാഹനം തെറിച്ചു പോകുന്നതും ആ യുവാക്കൾ റോഡിലേക്ക് തെറിച്ചു വീഴുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ പോലും വാഹനം നിർത്താതെ മണിപിള്ള രാജു കടന്നുപോയി എന്നുള്ളതാണ് ധാർമ്മികമായി വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും അഖില, ഈ അപകടം ഏത് രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാലും ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകടം പറ്റിയ വ്യക്തികളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ ജീവൻ എന്നുള്ളതാണ്. ആ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക, അവരുടെ എത്രയും പെട്ടെന്ന് ഈ അപകടം പറ്റിയവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട വിവരം. അത് പക്ഷേ ഈ മണിയൻപിള്ള രാജു ചെയ്തില്ല എന്നുള്ളത് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ ഒരു കാര്യം അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിട്ടും ഈ യുവാക്കൾക്ക് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് യുവാക്കളുടെ പരിക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും യുവാക്കൾ ഈ ബൈക്കിൽ നിന്നും വാഹനത്തിൽ നിന്നും തെറിച്ച് വീണ് റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും എത്രയും പെട്ടെന്ന് വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുക, ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടി വരും. അത് ഏതായാലും മണിയൻപിള്ള രാജു ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതും. ഈ നിലവിൽ ഏതായാലും ഈ രണ്ട് യുവാക്കളും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വരും മണിക്കൂറുകളിലായിരിക്കും ഇത് സംബന്ധിച്ച് ഇനി മറ്റു വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരിക. ആതിര രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ധാർമ്മികമായ ഒരു വിഷയം മണിപിള്ള രാജുവിന്റെ കാര്യത്തിൽ തീർച്ചയായും ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. അത് തന്നെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മണിപിള്ള രാജുവിന്റെ വാഹനത്തിൽ ആ യുവാക്കളുടെ ബൈക്ക് വന്നിടിക്കുകയായിരുന്നു എന്നുള്ളത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പോലീസിനോട് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും നിലവിൽ വ്യക്തമാകുന്നത്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതനുസരിച്ചാണെങ്കിൽ വാഹനം ആ ബൈക്ക് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ആ ബൈക്ക് മണിപിള്ള രാജുവിന്റെ കാറിലേക്ക് വന്നിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മണിപിള്ള രാജു വാഹനം അപ്പോൾ തന്നെ ഈ അപകടം നടന്നതിൻ്റെ ഒരു ലക്ഷണം പോലും കാണിക്കാതെ മണിപിള്ള രാജു വാഹനം ഓടിച്ചു പോകുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.